ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് സജു. ഗൈസ്, നമ്മളിന്നൊരു പുതിയൊരു ചാലഞ്ച് വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഗൈസ്, ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ച പുതിയ വാച്ച്. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ ബലൂണൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചാണ് ഒരു ചാലഞ്ച് വീഡിയോ. ഗൈസ്, ഇന്നത്തെ ചാലഞ്ച് ഞാൻ മാത്രമല്ല, ഞാനും എൻ്റെ സിസ്റ്ററും കൂടെയാണ്. അപ്പം ചാലഞ്ച് എന്തെന്ന് വെച്ചാൽ, ഇപ്പം ഈ ഓരോ ബലൂണിൽ കുറേ ലോട്ടുണ്ട്. 10 റൗണ്ടായിട്ടാണ് പോകുന്നത്. 10 റൗണ്ടായിട്ടാണ് പോകുന്നത്. ഇതിൻ്റെ അകത്ത് ഓരോ ലോട്ടുണ്ട്. ഓരോന്ന് റൗണ്ടിൽ ഞാനും എൻ്റെ അനിയത്തിയും വന്ന് പൊട്ടിക്കും. അതിൻ്റെ അകത്ത് കിട്ടുന്ന സാധനം നമ്മൾ ചെയ്യാത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ ചാലഞ്ച് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അപ്പോൾ നമുക്ക് നേരെ ചാലഞ്ചല്ല വീഡിയോയിലിട്ട് കിടക്കാം. ഇപ്പോൾ ഞാൻ പറയണ്ടല്ലോ, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങൾ അയക്കുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ വേണ്ടല്ലേ, ചാലഞ്ചിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ ആര് പോകുമെന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അറ്റീസിറ്റി ഇടും. അതിൽ ആരാ വരുന്നത്, ആരാ എന്തുവാ അറ്റീസിറ്റി അക്കം വിക്കം പൊക്കം ടെലിഫോൺ നമ്പർ 1 2 3 യു ഗോട്ട് ഫ്രീ. ഫ്രീ കിട്ടുന്ന ആളായിരിക്കും ഇത് പൊട്ടിക്കുന്നത്. അതോ ഫ്രീ കിട്ടി പോകുന്ന ആളാണ് പൊട്ടിക്കേണ്ടത്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ലാസ്റ്റ് ഷോട്ടിൽ കമൻറ്റ് ചെയ്യാൻ മതി, ചിലപ്പോൾ പറ്റത്തില്ലായിരിക്കും. അപ്പം ഫ്രീ കിട്ടുന്ന ആളെ പൊട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അറ്റി സിറ്റി വാട്ടർ പിപ്പി അക്കം പിക്കം പൊക്കം ടെലിഫോൺ നമ്പർ 1 2 3 യു ഗോട്ട് ഫ്രീ. ഗൈസ്, അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ ഞാനാ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് പൊട്ടിക്കാം. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഫസ്റ്റ് ഏത് പൊട്ടിക്കാനുള്ള ഡൗട്ടാണ്. അപ്പം 1 2 3 4 5 6 7 4 വരെ നമുക്ക് പൊട്ടിക്കാം. 1 2 3 4. അപ്പോൾ ഗൈസ്, ഇത് പൊട്ടി ലോട്ട് കിട്ടിയിരിക്കുക. എൻ്റെ അമ്മ എന്തുവാണോ എന്തോ. പൊട്ടിച്ച് നോക്കാം ഗൈസ്. ഇത് ആരെ എഴുതിയതെന്ന് എനിക്കറിയാം. ഗൈസ്, നല്ല സാധനം കിട്ടിയേക്കുന്നത്. എനിക്ക് കാണാൻ കഴിയുമെന്ന് എനിക്കറിഞ്ഞൂടാ. ബിസ്ക്കറ്റാണ് ഗൈസ്, ബിസ്ക്കറ്റ്. അപ്പോൾ നമുക്കിനി ബിസ്ക്കറ്റ് വരട്ടെ. ഗൈസ്, ബിസ്ക്കറ്റ് ഇട്ടിരിക്കുന്നത് ഗ്രേൽസ് എന്ന് പറഞ്ഞില്ല, മോഹൻലാലിൻ്റെ പരസ്യമൊക്കെ ഉള്ളൊരു ക്രീം ബിസ്ക്കറ്റ് ആട്ടോ ഗൈസ്. ഇപ്പം ഞാൻ ഇത്രേ കഴിക്കുന്നുള്ളൂ. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഇത് ഞാനാണ്. എനിക്ക് പറ്റുന്നത്, എനിക്ക് പേടിയാണ്. അയ്യോ, താര വീണിരിക്കുന്നു. അപ്പോൾ ഗൈസ്, എനിക്ക് കിട്ടിയിരിക്കുന്നത് ഉപ്പാണ്. എന്തുവാന്നറിയത്തില്ല. ഉപ്പ് വരട്ടെ ഗൈസ്. ഉപ്പ് ഇട്ടിരിക്കുന്നത് ഇത് ഉപ്പ് തന്നെയാണ്. അതെ, നിങ്ങൾ തന്നെ നോക്കിക്കോ, ഇത് ഉപ്പ് തന്നെയാണ്. പഞ്ചസാരയൊന്നുമല്ല, ഉപ്പാണ്. ഇച്ചിരി എടുക്കാം നമുക്ക്. ഭയങ്കര വെപ്പ്. അമ്മാ, അഞ്ചാമത്തെ റൗണ്ട് നല്ല കോമഡി ആയിരുന്നു. അടുത്ത് എൻ്റെ 5ാമത് വരുന്ന പൊട്ടിയ 1 2 3 4 5. ഇത് തന്നെ എൻ്റെ മുന്നിൽ കിടക്കുന്നത്. താഴെ പോയി. നമുക്കതിനെ എടുക്കാവേ. അപ്പോൾ എൻ്റെ ലോട്ടിട്ടുണ്ട്. തുറന്നു നോക്കാം, എന്തുവാണോ എന്തോ. നല്ലത് കിട്ടിയാൽ മതിയായിരുന്നേ. എന്തുമായിരിക്കും ഇത്? തുറക്കുന്നില്ല. ഗൈസ്, വാട്ട് എ കോമ്പിനേഷൻ. നോക്ക് ഗൈസ്, മഞ്ചാടിക്ക് സാൽട്ട്. അപ്പോൾ എനിക്കെന്തുമായിരിക്കും ഓപ്പോസിറ്റ്? എന്തുവാ? ഷുഗർ റൈസ്. നോക്ക്, ഷുഗർ തന്നെ കിട്ടി. അപ്പോൾ ഇനി ഷുഗർ ഇട്ടേ. കിട്ടി ഗൈസ്. അപ്പം നമുക്കിത് കഴിക്കാം. നിങ്ങൾക്ക് കാണണമെങ്കിൽ വന്ന് കണ്ടോളൂ. അതുകൊണ്ട് നല്ല ഇത് തന്നെയാണ്. ഇനി നമുക്കിത് കഴിക്കാം.
അത്രയും വേണ്ട, ഷുഗർ അടിച്ച് ചത്തു. അത്രയും മതി. കുഴപ്പമില്ല, ചുടാ കഴിയുക. ഇനി അടുത്ത മഞ്ചാടിയ റൗണ്ടാണ്. ഇനി നമുക്ക് ഇതാ റൗണ്ടിൽ കാണാം. അപ്പോൾ ഗൈസ് ഞാൻ ചെയ്യുന്നില്ല, എനിക്ക് നല്ല പേടിയായിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നില്ല, ചേട്ടൻ ചെയ്യും. ഞാനിപ്പോൾ ഏതെടുക്കും? ഞാനിപ്പം 4ാമത്തെ എടുക്കാം. അപ്പോൾ ഇതെടുക്കാം ഞാൻ. അപ്പോൾ ഗൈസ് മഞ്ചാടിക്ക് വലും പൊട്ടിക്കാൻ പേടി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കഴിഞ്ഞാലും എങ്ങനെ പൊട്ടിച്ചെന്ന്. അത് പൊട്ടിച്ചപ്പോൾ തൊട്ടാൽ പേടി. അപ്പോൾ ഗൈസ് ഞാൻ പൊട്ടിക്കാൻ പോകുള്ളൂ. 4ാമത്തല്ലേ, 1 2 3 4. അപ്പോൾ ഇത് തന്നെ നമുക്കിത് പൊട്ടിക്കാം. ഇവിടെ തന്നെ വീണിട്ടുണ്ട്. നമുക്ക് ഇത് തുറന്ന് നോക്കാം. ഗൈസ് ഒരു മുട്ടൻ പൊടി തന്നെ നമുക്ക് പിന്നെയും. ഇതാ അടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ നോക്ക്. ഞാൻ വായിച്ചു തരാം എന്തുവാന്ന്. ടീ പൗഡർ ഗൈസ് എന്ന് വെച്ചാൽ തേയിലപ്പൊടി ഗൈസ്. തേയിലപ്പൊടി 1 സ്പൂൺ വേണ്ട, 1/2 സ്പൂൺ മതി. അത് അവൾ തിന്നണം ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് തേയില കൊണ്ടുവരട്ടെ അല്ലേ ചാടി? അമ്മ തേയിലപ്പൊടി കിട്ടിയിട്ടുണ്ട്, സ്പൂണും ഉണ്ട്. തേയിലപ്പൊടി പരപ്പില്ല. ഇത് തേയിലപ്പൊടി തന്നെയാണ്, പഞ്ചസാരയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇനി അടുത്ത എന്താ റൗണ്ടാ ഗൈസ്? ഇതിനകത്ത് എന്തുവാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് പൊട്ടിക്കാം. ഒരു ബ്ലൂ പൊട്ടിച്ചല്ലേ, അപ്പോൾ നമുക്കിനി അടുത്ത ഈ അറ്റത്തിരിക്കുന്ന പൊട്ടിക്കാം. തറയിൽ പോയി ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ ഒന്ന് എടുക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മുടെ ലോട്ട് കിട്ടിയിരിക്കുന്നു. തുറന്ന് നോക്കാം ഗൈസ്. പേടി എന്തോ ചെയ്യും. ഗൈസ് പൊട്ടി ഗൈസ്. ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ നോക്ക് ഗൈസ്. ഗൈസ് വാട്ടറാണ് ഗൈസ് കിട്ടിയിരിക്കുന്നത്. ഇതൊക്കെ നനയും ഗൈസ് ഇനി. ഗൈസ് അപ്പോൾ ഇനി നമുക്ക് വാട്ടർ വരട്ടെ അല്ലേ? അപ്പോൾ ഗൈസ് വെള്ളം എടുത്താൽ വെള്ളം വെച്ച് ലീക്കുക. അപ്പോൾ ഗൈസ് നമുക്ക് തൊപ്പി ഊരി വയ്ക്കാം. അപ്പോൾ ഗൈസ് മൈക്കൊന്ന് മാറ്റുക, ഇല്ലെങ്കിൽ വെള്ളം നനയും. അപ്പോൾ മൈക്ക് നമുക്ക് ഇങ്ങോട്ട് വെച്ചേക്കാം. നമുക്കിത് അങ്ങനെ പൊട്ടിക്കാൻ പറ്റത്തില്ല. എങ്ങനെ നമുക്ക് അങ്ങ് ഒഴിക്കാം ഗൈസ്. മൈക്ക് വെള്ളത്തിൽ വീണ് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ, കുഴപ്പമില്ല ഗൈസ്. മൈക്ക് ഇവിടെ വെച്ചേക്കാം. അപ്പോൾ ഗൈസ് എൻ്റെ ദേഹം നിറച്ച് വെള്ളമായതുകൊണ്ട് മൈക്ക് വെക്കാം. അപ്പോൾ നമുക്ക് മൈക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ വെക്കാം. അപ്പോൾ അടുത്ത മഞ്ചയുടെ റൗണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇതാ റൗണ്ടിലേക്ക് പോകാം. ഇനി ഒരു വാട്ടറും ഉണ്ട് ഗൈസ്, അതുകൂടെ അവൾക്ക് കിട്ടിയായിരുന്നേ സമാധാനം. എനിക്ക് എന്തായാലും കിട്ടി. ഭയങ്കര ടൈറ്റ് ആയി വെള്ളം വീണപ്പോൾ. അപ്പം ഇനി മഞ്ചയുടെ റൗണ്ടിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഞാൻ പൊട്ടിക്കുന്നില്ല, എനിക്ക് പേടിയാണ്. ഇത് സ്കിന്ന് ഇതുവരെ പൊട്ടിച്ചിട്ടില്ല, അതുകൊണ്ട് സ്കിന്ന് ചേട്ടനാണ്. അപ്പോൾ മഞ്ചാടി പറഞ്ഞേക്കുന്നത് ഇതാണ്. അപ്പോൾ ഇത് പൊട്ടിക്കാം. അപ്പോൾ ഗൈസ് ഇനി മഞ്ചാടിയുടെ ഇത് അവളാണ് കളറ് ഈ സ്കിന്നിൻ്റെ കളറെന്ന് പറഞ്ഞു, പക്ഷേ ശരിക്കും പിങ്ക് കളറാണ് കേട്ടോ. ഇനി ഗൈസ് നോക്കി, ഇനി പിങ്കും ഗ്രീനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഇത് പൊട്ടിക്കാം. ഇത് പൊട്ടുന്നതിൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാവേ. ലോട്ട് തറയിൽ പോയിക്കാൻ നമുക്കൊന്ന് എടുക്കാവേ. അപ്പോൾ ഞാൻ ക്യാപ്പ് ഇതിൻ്റെ അടുത്ത് വെച്ച് കേട്ടോ. അപ്പം ഇനി ലോട്ട് ഇട്ടിരിക്കുമെന്ന് പണിയാ. സ്വാഭാവികം അവർക്ക് പണിയാ ഗൈസ്, ഇതെല്ലാം കിടുക്കം പണിയാ. നിങ്ങൾക്ക് കാണാം നോക്ക് ഗൈസ്. ഇത് മഞ്ഞപ്പൊടി ഗൈസ്, മഞ്ഞപ്പൊടിയാണ് ഇപ്പം മഞ്ഞൾ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി മഞ്ഞപ്പൊടി വരട്ടെ ഗൈസ്. അപ്പം മഞ്ഞപ്പൊടി കിട്ടിയിരിക്കും സ്പൂൺ. നമുക്ക് ഇത്ര എടുക്കാം. അപ്പോൾ നമ്മൾ അടുത്ത ഇതങ്ങ് പൊട്ടിക്കാം. ഒരു മിനിറ്റ് ഞാൻ താഴെ വയ്ക്കുവാണേ.
ലോട്ട് ഇട്ടിരിക്കുന്നു. അപ്പോൾ നമുക്കിനി തുറന്ന് നോക്കാം. അപ്പോൾ ഇതും ഇനി പണിയാണോ? ഇത് വലിയ പണിയൊന്നുമല്ല. ഉണ്ണിയപ്പം ശരിയില്ല. അപ്പോൾ നമുക്കിനി ഉണ്ണിയപ്പം വരാം. അപ്പോൾ ഗൈസ് ഞാനാണെങ്കിൽ എൻ്റെ വൈറ്റ് അത് മാറ്റി ചൂടെടുക്കുന്നു. ഇപ്പോൾ ഗൈസ് ഉണ്ണിയപ്പം വന്നിട്ടുണ്ട്. ഒരെണ്ണം എടുക്കാം. എന്തോ വേറെ എന്തൊക്കെയോ ഷേപ്പുള്ളൊരു ഉണ്ണിയപ്പം ഗൈസ് നമുക്ക് കഴിക്കാം. മതി ലാഗാവും. അതുകൊണ്ട് നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് അടുത്ത റൗണ്ട് ഞാനാണ്, ചേട്ടനാണ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് മഞ്ചാടിക്ക് പിന്നെ പണി നിങ്ങളെ കാണിക്കാൻ നോക്കിക്കോ ഗൈസ്. എന്താണെന്ന് വെച്ചാൽ പുളിയാണ്. ഇനി അപ്പം പുളി വരട്ടെ. അപ്പോൾ ഗൈസ് ഇനി പുളി കൊണ്ടുവരാം. ഗൈസ് അപ്പോൾ കിട്ടിയിട്ടുണ്ട്. പുളി കിട്ടിയിട്ടുണ്ട്. ഗൈസ് ഇത് തന്നെയാണ്. അപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി 2 എണ്ണം കൂടെ ബാക്കിയുള്ളൂ. ഇതിൽ ഏതിലോ ഒന്നിൽ വാട്ടർ ഉണ്ട്. ഒന്നുകൂടെ ദൈവമേ വാട്ടർ കിട്ടല്ലേ എന്നാ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അവൾക്ക് ഇതുവരെ വാട്ടർ കിട്ടില്ല ഗൈസ്. അതാ പ്രത്യേകത. ഇനി ഏത് എടുക്കും ഗൈസ്? ഇതെടുക്കാം. നിങ്ങൾ ഏതാ ചൂസ് ചെയ്തതെന്ന് എൻ്റെ ലാസ്റ്റ് ഷോട്ടിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതാ പറഞ്ഞെങ്കിൽ ഇത് പറയണം. ഇത് ലെഫ്റ്റ് ഇത് റൈറ്റ് അല്ലേ? അല്ല ഇത് ലെഫ്റ്റ് ഇത് റൈറ്റ് അല്ല. ശരി ഇത് ലെഫ്റ്റ് ഇത് റൈറ്റ്. അപ്പോൾ ഞാൻ എൻ്റെ റൈറ്റ് പൊട്ടിക്കാം ഗൈസ്. പൊട്ടിക്കാൻ ശബ്ദം കേൾപ്പിക്കാവേ. താഴെ പോയി നമുക്ക് എടുക്കാവേ. 1 മിനിറ്റ്. ഇവിടെ പോയി ഗൈസ്. അതാണ്ടോ ഗൈസ് കിട്ടിയിരിക്കുന്നു. തുറന്ന് നോക്കാം. എൻ്റെ അമ്മേ ഗൈസ് നോക്ക് വാട്ടർ. എൻ്റെ അവസ്ഥ ഗൈസ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് എൻ്റെ വിധിയാന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് അടുത്ത വെള്ളവും കൂടെ ഒഴിക്കാം. അപ്പോൾ ഗൈസ് ഞാൻ ചെയ്യുന്നില്ല. ചേട്ടനാ ഇനി മഞ്ചാടിയുടെ ഞാൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ശബ്ദം കേൾപ്പിക്കാൻ ഞാനിത് ഇവിടെ വെച്ചേക്കാം. ഇവിടെ തന്നെ വീണിട്ടുണ്ട്. അതാണ് ഗൈസ് ഞാൻ പറഞ്ഞത്. ഐസ് വലിയ കുഴപ്പമില്ലാത്ത ഒരെണ്ണം കിട്ടിയേ. വട ഐസ് വട മീൻസ് ഉള്ളിവട, അതേപോലത്തെ പൊരി ഐറ്റംസ് അതാ കിട്ടിയിരിക്കുന്നത്. അപ്പം അത് ഇനി എടുത്തോണ്ട് വരാം ഗൈസ്. അപ്പോൾ ഗൈസ് ആ കടയിൽ നട തീർന്നപ്പോൾ ഞങ്ങൾ മുട്ടായിയാണ് കഴിക്കുന്നത്. കഴിക്കാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ അയക്കുന്ന ഓരോ വീഡിയോയും രസകരമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്തൊരു ഇതേപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നു പ്രതീക്ഷിക്കുന്നു. ഞാനും നിങ്ങളും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇറ്റ്സ് മീ സഞ്ജു, ക്യാമറമാനൊപ്പം നമ്മുടെ മഞ്ചാടിക്കുട്ടിയും M40 കോപ്പി അടിച്ചല്ലോ കേട്ടോ. കോപ്പി അടിച്ചെന്നൊക്കെ പറയാം, കുഴപ്പമില്ല. ഇറ്റ്സ് മീ സഞ്ജു സൈനിങ് ഔട്ട്.